ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലി വീണ്ടും പത്മ കേസ് ഏറ്റെടുക്കുന്ന കാര്യം അനുപമ കാവ്യ എടുത്ത് പറയുന്നുണ്ട്. രാഘവനുണ്ണി അങ്കിൾ വിചാരിച്ചിരുന്നു അഞ്ജലിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അഞ്ജലി രണ്ടും കൽപ്പിച്ചിട്ട് ഇന്ന് ഇവിടെ നിന്ന് പോയിരുന്നു പത്മ കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അവൾ നേരെ അവളുടെ വീട്ടിൽ പോയിട്ട് പത്മ കേസിന്റെ തെളിവുകൾ കാര്യങ്ങളും അവളുടെ വക്കീൽ കോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടില് രാഘവണ്ണി അങ്കിൾ എന്നല്ല ആര് പറഞ്ഞാലും അവൾ അനുസരിക്കണേ ഇല്ല. അത് മാത്രല്ല, രാജാജി നഗർ കോളനിയിലേക്ക് ഇപ്പോ ആ പത്മയും ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട് കാവ്യക്ക് ആകെ ഷോക്കാവാട്ടോ. ശരി ചേച്ചി, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം കാവ്യ വേഗം തന്നെ കാർത്തികിന്റെ അടുത്തേക്ക് പോവാണ്. എടാ കാർത്തികേ എന്ന് പറയുമ്പോഴേക്കും എന്താടി നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? നീ പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. എടാ ആ പത്മയുണ്ടല്ലോ, അവള് വന്നിരിക്കുന്നു ആ രാജാജി നഗർ കോളനിയിലേക്ക്. അവള് വീണ്ടും രാജാജി നഗർ കോളനിക്ക് വന്നോ? അതായത് ആ അഞ്ജലിയുടെ വീട്ടിലേക്ക്? അതെ, അവിടേക്ക് അവള് വീണ്ടും വന്നിട്ടുണ്ട്. എന്നാ അവളുടെ മരണം അടുത്തു എന്ന് വേണം കരുതാനായിട്ട്. എടാ നീ വെറുതെ ഡയറക്റ്റ് പ്രശ്നത്തിനൊന്നും പോവരുത് കേട്ടോ എന്ന് പറയാണ്. പ്രശ്നത്തിന് പോവാതെ അടുത്ത ആഴ്ചയാണ് അവസാനത്തെ ആ ഒരു ഹിയറിംഗ് എന്ന് പറയണത് പത്മ കേസിന്റെ. ആ ദിവസം അവൾ വരില്ലെന്ന് വെച്ച് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അവളെങ്ങാനും കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം അതോടെ തീർന്നു. അതുകൊണ്ട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആ പത്മനെ തീർത്തിട്ടേ ഇനി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോവാട്ടോ. കാർത്തിക് അവിടെ നിന്ന് പോണ കാണുമ്പോഴേക്കും കുറുപ്പും സേതുവും കൂടി കാവ്യ എടുത്ത് ചോദിക്കണ്ട്, അവൻ എവിടേക്കാടി ഓടിപ്പോണത് എന്ന് ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, അനുചേച്ചി വിളിച്ചിരുന്നു, പത്മ വീണ്ടും രാജാജി നഗർ കോളനിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എടി അത് നീ അപ്പൊ തന്നെ അവനോട് പറഞ്ഞോ? എന്റെ ദൈവമേ, ഇനി ആ ചെക്കൻ എന്തൊക്കെ പൊല്ലാപ്പാണോ അവ ചെയ്യാൻ പോണത്. ഇപ്പൊ എന്തായാലും അടുത്ത ആഴ്ച അവന്റെ കേസ് നടക്കുമ്പോ ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു അവൻ ജയിക്കുമായിരിക്കുമെന്ന്, കേസ് ജയിക്കുമെന്ന്. പക്ഷെ ഇപ്പൊ നീ ഒരേ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ മോളെ? നിനക്കറിയാവുന്ന കാര്യമല്ലേ കേസ് നടക്കുമ്പോ ഇനിയിപ്പോ ഒരു പ്രശ്നത്തിനും പോവാൻ പാടില്ലെന്ന്. അച്ഛ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, പെട്ടെന്ന് അനുചേച്ചി ഓരോന്നൊക്കെ പറഞ്ഞപ്പോ. ഇത് കേൾക്കുന്ന സേതു പറയണ്ട, എല്ലാത്തിനും കാരണം അവളാ, ആ അനുപമ, അവളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണ. ഈശ്വര, ഇനി എന്റെ മോന്റെ അവസ്ഥ എന്താകുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴേക്കും കുറിപ്പ് പറയണ്ടേ, സേതു നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാക്കാം. എനിക്ക് അയാളൊന്ന് കാണണം, ആ രാഘവനുണ്ണിനെ, അയാളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ കുറിപ്പ് പറയുന്നുണ്ട്. ശേഷം രാഘവനുണ്ണി കോടതി പോകുന്ന രാഘവനുണ്ണിയുടെ അടുത്തേക്ക് പോയിട്ട് കുറിപ്പ് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. എടോ രാഘവ, തന്റെ തീരുമാനം എന്താണോ എന്ന് ചോദിക്കുകയാണ്. എന്താണോ കുറിപ്പ്, രാവിലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തന്റെ കയ്യിലേക്കാ എന്റെ മോന്റെ ജീവിതം ഞാൻ വെച്ച് നീട്ടി തന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു തന്നെക്കാളും ബെറ്റർ വേറെ ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. താനിപ്പോ എന്താണോ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിന് പത്മ കേസിന് വിധിയൊന്നും വന്നിട്ടില്ലല്ലോ. വിധി വരണ്ട, പക്ഷെ ഇപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ മോനെ വെച്ചോണ്ട് താൻ ജയിക്കാനൊന്നും പോകുന്നില്ല. എടോ കുറിപ്പേ, താൻ എന്താ പറഞ്ഞത്? നോക്ക്, ഞാൻ തന്നോടൊരു വാക്ക് പറഞ്ഞത്, താൻ ഈ കേസ് എങ്ങാനും ഞാൻ തോൽക്കുവാണെങ്കിൽ രാഘവണ്ണി പിന്നെ കോടതിയിലേക്ക് കയറത്തില്ല, ഈ വക്കീൽ കുപ്പായം ഇടില്ലെന്ന്. എടോ, താൻ കോടതിയിലേക്ക് കയറാതിരുന്നത് കൊണ്ടോ വക്കീൽ കുപ്പായം ഇടാതിരുന്നത് കൊണ്ടോ എന്റെ മകൻ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് സമാധാനം ഇവിടെ ഉള്ളത്? എടോ, അത് തനിക്ക് തരുന്നതിന് എന്നൊരു ഉറപ്പാണ്. ഒരിക്കലും കാർത്തിക് ജയിലിൽ കയറില്ല, അവനെ ജയിലിൽ കയറ്റാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല, താനൊന്നും എന്നെ വിശ്വസിക്കടോ എന്ന് പറഞ്ഞിട്ട് രാഘവണ്ണി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. കുറിപ്പ് മനസ്സിൽ വിചാരിക്കണ്ടേ, ഇല്ല, രാഘവന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ല, രാഘവന്റെ വാക്ക് പഴയ ചാക്കും ഒന്നു തന്നെയാണ്, അതുകൊണ്ട് താൻ തന്നെ നേരിട്ട് ഇറങ്ങിയേ പറ്റൂ എന്ന് കുറിപ്പും വിചാരിക്കുകയാണ്. അതിനുശേഷം കാർത്തിക്കും കൂട്ടുകാരും പത്മേനെ കാണാൻ വേണ്ടിയിട്ട് നേരെ രാജാജി നഗർ കോളനിയിലേക്ക് പോകുന്നുണ്ടോ. എടി പത്മേ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ചായക്കടയിൽ പോകുന്നുണ്ടല്ലോ, ചായക്കടയിൽ പോയിട്ടുണ്ട്, അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്യാമള പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈശ്വര, ഈ പയ്യൻ വീണ്ടും വന്നു, എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഇവിടെ ഇല്ലേ പത്മ എന്ന് ചോദിക്കുമ്പോ ഇന്ദിര വരുന്നുണ്ട്. അതെ, പത്മ ഇവിടെ തന്നെയാണ്, നിങ്ങൾക്ക് എന്താ പത്മേനെ വേണോ, കാണണോ? അവൾ അകത്തുണ്ട്, വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഇന്ദിര എടുത്ത് ശ്യാമള പണ്ട്, ഇന്ദിര നീ എന്തൊക്കെയാ പറയണത്? എന്റെ ശ്യാമളെ, അവൾ ഇവിടെ വന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മുടിഞ്ഞുപോയി. അവൾ അങ്ങനെയാണ്, മാണ്ഡ്രയ്ക്ക് ഇരുന്നിടം മുടിഞ്ഞു പോകും. എടാ പയ്യന്മാരെ, നിങ്ങൾക്ക് അവളെ വേണമെന്നുണ്ടെങ്കിലേ അകത്തുണ്ട്, പോയി എടുത്തോണ്ട് പോയിക്കോടാ എന്ന് പറയാണ്. കാർത്തിക്കും കൂട്ടുകാരും അകത്തേക്ക് കയറാൻ പോകുമ്പോഴേക്കും അവിടെ പാർത്ഥസാരഥി വരികയാണ്. പിന്നെ അടിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാർത്തിക്കും കൂട്ടുകാരും അവിടെ നിന്ന് വന്ന വഴി തന്നെ ഓടിപ്പോവാണ് ചെയ്യണേ കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിനെയാണ്. അഭി രാത്രി പണിയെല്ലാം കഴിഞ്ഞ് ഒരു 12-12:30 ആകുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. ആ സമയത്ത് എല്ലാവരും നല്ല ഉറക്കമാണ്. അഭി ഒറ്റയ്ക്ക് ചോറൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനുപമ പെട്ടെന്ന് എഴുന്നേക്കണത്. ഓ, അഭി വന്നു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചാടി എഴുന്നേക്കാണ്. അഭിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റാൻ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ജാറിലില്ല. ഓ, വെള്ളം ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചുമച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ശബ്ദം നമ്മുടെ അഞ്ജലി കേൾക്കുന്നുണ്ട്. അഞ്ജലി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അഭി വല്ലാതെ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. വേഗം തന്നെ അഞ്ജലി അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മുടെ അഭിക്ക് കൊടുക്കാണ്. ഇത് കാണുന്ന അനുപമയാണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട്, എടി നീ എന്താണ് രാത്രി ഉറങ്ങാതിരുന്നത്? എന്റെ ഭർത്താവിന് ഭക്ഷണം മൂട്ടിച്ചോണ്ടിരിക്കുകയാണോ? കേറി പോടി അകത്ത് എന്ന് പറയുമ്പോൾ അനുപമ എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ അഭി, നിനക്ക് എന്താ അനുപമേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഞ്ജലി നിന്റെ സ്വന്തം അനിയത്തിയല്ലേ? ആ ഒരു വിചാരം അവൾക്ക് വേണം. അവളുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. നിങ്ങൾ അവളുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും രാത്രി വെള്ളം എടുത്തരില്ലായിരുന്നല്ലോ. ഒരു വെള്ളം എടുത്തതിന് ഇപ്പൊ എന്താ അനുപമേ? എന്താ അനുപമേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നോക്കിക്കോ, നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ വിളിക്കാനാ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മനുഷ്യ. നിങ്ങൾ അവളെ കാണാൻ വേണ്ടി തന്നെയാണ് പാതിരാത്രി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് ചുമച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം അനുപമക്ക് ഒരു സമാധാനം ഇല്ല. ഈശ്വര, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്റെ കുടുംബ ജീവിതം എങ്ങനെയാവും? ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അർജുന അറിയില്ല. അർജുന അറിയിച്ചാലോ അഭി സ്നേഹിച്ചിരുന്ന പെണ്ണ് അഞ്ജലിയാണെന്ന്, അതുപോലെ തന്നെ അഞ്ജലിയുടെയും അഭിയുടെയും വിവാഹം ഇവിടുത്തെ മുത്തശ്ശി നേരത്തെ ഉറപ്പിച്ചതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ അവനെ വലിയ കുലുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും പറഞ്ഞ ചെറിയൊരു അളവിൽ അവന്റെ മനസ്സിൽ സംശയം വരുവാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അനുപമ കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുനോട് തുറന്നു പറയാട്ടോ. നിന്റെ ചേട്ടൻ അഞ്ജലിനെയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അഞ്ജലിയും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഫോം വിളിയൊക്കെ ആയിരുന്നു. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വേണമെങ്കിൽ മുത്തശ്ശി എടുത്ത് ചോദിക്ക്, അല്ലെങ്കിൽ അഞ്ജലി എടുത്തോ അഭി എടുത്തോ ചോദിച്ചു നോക്ക് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അർജുന വരത്ത് ഷോക്ക് ആവാട്ടോ. അർജുൻ ഈ കാര്യം നമ്മുടെ അഞ്ജലി എടുത്ത് ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അഥവാ അനുപമ പറഞ്ഞത്, അതായത് എടുത്തി പറഞ്ഞത് നുണയാണെങ്കിൽ അഞ്ജലിയുടെ മുമ്പിൽ താൻ വീണ്ടും ഇമേജ് പോകും. പക്ഷെ വേറൊരു സംഭവമുണ്ട്. അഭിക്ക് ഡയറി എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അബിയുടെ ഡയറി ഒന്ന് വായിച്ചു നോക്കിയാലോ? തന്റെ ചേട്ടൻ സ്നേഹിച്ച പെൺകുട്ടി അഞ്ജലി തന്നെയാണെന്ന് ഒന്ന് ഉറപ്പിക്കാലോ എന്ന് വിചാരിക്കുന്ന അബിയാണെന്നുണ്ടെങ്കിൽ അബിയല്ല നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ അബി ഇല്ലാത്ത സമയത്ത് അബിയുടെ റൂമിൽ കയറി ആ ഡയറി എടുത്ത് വായിക്കാണ്. അത് മാത്രല്ല അബിയുടെ വാൾപേപ്പർ തന്നെ അഞ്ജലിയുടെ ഫോട്ടോ ആണ് കേട്ടോ. അത് അബി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുന്ന അർജുന കാര്യം മനസ്സിലാവുന്നുണ്ട്. തന്റെ ചേട്ടൻ സ്നേഹിച്ചത് നമ്മുടെ അഞ്ജലിനെയാണെന്നുള്ള മഹാസത്യം. അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഹിന്ദിയിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോ ദിവസത്തെ റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.